സ്വന്തം രാജ്യം. ഇന്ത്യ എന്റെ ജീവനേക്കാൾ ജീവനായ രാജ്യം. അമ്മയായ നാട്, നന്മയാർന്ന നാട്. മക്കൾ ഞങ്ങൾ സേവനത്താൽ സ്വർഗമാക്കും നിന്നെ, സ്വർഗമാക്കും നിന്നെ. ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് ഇൻഡിപെൻഡൻസ് ഡേ ആയിട്ട് ഞങ്ങൾ സ്വത്തമട നഴ്സറിയിൽ സെലിബ്രേഷൻ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ പരിപാടിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. അപ്പോൾ വായോ പോവാം. ടീച്ചർ തലേ ദിവസം തന്നെ എല്ലാ പേരൻസിനെ ഓർമ്മിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിറ്റേ ദിവസം 8:30 തന്നെ പതാക ഉയർത്തും, എല്ലാവരും കറക്റ്റ് ടൈമിൽ തന്നെ എത്തണമെന്ന്. പക്ഷേ എന്നത്തെയും പോലെ തന്നെ 8:30 കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് അവിടെ എത്താൻ കഴിഞ്ഞത്. പക്ഷെ ഭയങ്കര ടെൻഷനായിരുന്നു പതാക ഉയർത്തിയിട്ടുണ്ടാവുമെന്ന്. എന്നാൽ 9 മണിക്ക് ശേഷമാണ് പതാക ഉയർത്തണ മെമ്പർ, അതുകൊണ്ട് അപ്പോൾ വന്നിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പിന്നെ ഞങ്ങൾ കുറച്ചു നേരം അവിടെ നിന്ന് കുട്ടികളിലൊക്കെ ഓരോ ഫോട്ടോസൊക്കെ എടുക്കാൻ തുടങ്ങി കേട്ടോ. നമ്മുടെ കുഞ്ഞുമണിയോട് ചേർന്ന് നിൽക്കുന്നതാണ് കേട്ടോ അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് നമി. അവള് വീട്ടിൽ വന്നാൽ ഫുൾ ടൈം നമ്മീൻ്റെ ഓരോ കാര്യങ്ങൾ പറയുകയായിരിക്കും. പിന്നെ നമ്മുടെ പോസ്റ്ററാണ് കേട്ടോ കയ്യിലിരിക്കണത്. കുഞ്ഞുമണി വീട്ടിലുള്ള പോലെയല്ല, പുറത്തു പോയെന്ന് വെച്ചാൽ നല്ല ഷൈ ടൈപ്പാണ്. ഫോട്ടോ എടുക്കാനും നേരെ സംസാരിക്കാനും കളിക്കാനും ഒന്നും അവളെ നിൽക്കില്ല. അവളുടെ കൂട്ടുകാർ അതുപോലെ തന്നെയാണ്. കുറച്ചു നേരം നമ്മൾ പറഞ്ഞപ്പോഴാണ് അങ്ങനെ ഒരു ഫോട്ടോയ്ക്ക് പോസൊക്കെ തന്നത്. പിന്നെ അപ്പവും ദുദ്ദും ടീച്ചറിൻ്റെ ലുട്ടുമോളും അവരെല്ലാവരും ചേർന്ന് പിന്നെ ഞങ്ങൾ ഫോട്ടോ എടുത്ത് കൊടുത്തു. പിന്നെ ബാക്കിയുള്ള എല്ലാവരെയും പിടിച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് നിൽക്കുമ്പോഴത്തേനും നമ്മുടെ മെമ്പർ വന്നു. മെമ്പറേനെയും ചേർത്തി ഫോട്ടോ എടുത്തു. റൈറ്റ് സൈഡിൽ സെറ്റ് സാരി എടുത്ത് നിൽക്കണുണ്ടോ, അതാണ് കേട്ടോ നമ്മുടെ 6ാം വാർഡിലെ ധന്യ മെമ്പർ. പിന്നെ മെമ്പർ എല്ലാവരും വന്നപ്പോൾ പതാക ഉയർത്തുമ്പോൾ പൂക്കൾ വേണമല്ലോ, അപ്പോൾ അത് പറിക്കാൻ വേണ്ടി ഞാനും ടീച്ചറും സൗമ്യൻ്റെയും കൂടി അപ്പുറത്തെ വീട്ടിലേക്ക് പോയി. ഞാൻ ഈ പൂവ് കണ്ടപ്പോൾ അത് വിളിക്കാനാണ് കേട്ടോ നിന്നത്. ഏതാ പൂവെന്ന് എനിക്കറിയില്ല, നിങ്ങൾക്ക് അറിയുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യണേ. പിന്നെ സൗമ്യൻ്റെയും ടീച്ചറും കുറച്ചധികം പൂ പറിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോയി സെറ്റ് ചെയ്യാം. പണ്ട് നമ്മളും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നില്ലേ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത്. ഇതേപോലെ സ്വാതന്ത്ര്യ ദിനമൊക്കെ വരുന്ന സമയത്ത് രാവിലെ നേരത്തെ എണീച്ച് യൂണിഫോമൊക്കെ തേച്ചിട്ട് രണ്ടുപേരും കൂടെ ഒരു കൊടിയൊക്കെ മേടിച്ചിട്ട് പോവും. അവിടെ പോകുമ്പോൾ ഇത്രയും കുട്ടികൾക്ക് ലഡ്ഡു വിതരണം ഒന്നും ഉണ്ടാവില്ല, അന്ന് ചോക്ലേറ്റൊക്കെ ആയിരുന്നു. അത് കിട്ടുമ്പോൾ തന്നെയുള്ളൊരു സന്തോഷം പറഞ്ഞറിയിക്കുന്നതിലപ്പുറമായിരുന്നു. അവിടെ നിന്ന് പതാകയൊക്കെ ഉയർത്തി ജനഗണമന വന്ദേമാതരമൊക്കെ പാടി. അയ്യോ, അതിൻ്റെയൊക്കെ ഒരു ഓർമ്മകളാണ് എനിക്ക് ഇവിടെ നിന്ന് കിട്ടിയത്. നഴ്സറിൻ്റെ ഫ്രണ്ടിലായിട്ട് തന്നെ നമുക്ക് വെള്ളമന്താരത്തിൻ്റെ ചെടി ഉണ്ടായിരുന്നു. അപ്പോൾ അതിന്നൊരു പൂവൊക്കെ ഞാൻ പറിച്ചു. പണ്ട് സ്കൂൾ പഠിക്കുന്ന കാലത്ത് പരിസ്ഥിതി ദിനത്തിന് ഇതേപോലെ എനിക്കൊരു മന്ദാരം കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ കളറല്ലാത്ത ഒരു പിങ്ക് കളറായിരുന്നു. അപ്പോൾ അതിന്നൊരു വൈറ്റ് മന്ദാരമൊക്കെ പറിച്ച് ഞാൻ ആശയ്ക്ക് കൊണ്ട് കൊടുത്തു. അവളും ഹാപ്പി, ഞാനും ഹാപ്പി. ഇങ്ങനെയൊക്കെയല്ലേ നമുക്ക് ഹാപ്പി ആക്കാൻ പറ്റുള്ളൂ. അവർ പിന്നെ പതാകയിൽ പൂക്കളൊക്കെ സെറ്റ് ചെയ്യുന്നതിൻ്റെ വലിയ തിരക്കിലായിരുന്നു. ഞാൻ പിന്നെ ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുത്ത് അവരോടൊപ്പം ഇങ്ങനെ ഓരോന്ന് സംസാരിച്ച് നിന്നു. നമ്മുടെ നഴ്സറിയിലെ കുഞ്ഞുമക്കളൊക്കെ പതാക ഉയർത്തണ ആദ്യമായിട്ടായിരിക്കും കാണുന്നുണ്ടാവുക. അപ്പൊ അവരൊക്കെ അതിന്റെ എക്സൈറ്റ്മെന്റിലാണ്. സ്വാതന്ത്ര്യദിനം വെറുമൊരു ആഘോഷം മാത്രമല്ല, നമ്മുടെ മുൻ തലമുറ നൽകിയ മഹത്തായ സമ്മാനമാണ്. രാജ്യത്തെ സ്നേഹിക്കാം, നന്മയോടെ മുന്നോട്ട് പോകാം. നമ്മുടെ ഇന്ത്യയെ എന്നും അഭിമാനത്തോടെ ഉയർത്തിപ്പിടിക്കാം. എല്ലാവർക്കും സ്വാതന്ത്ര്യ ആശംസകൾ. എല്ലാരും കൂടി പാട്ട് പാടും കുട്ടികള്. മക്കള് പാട്ട് പാട്. അവർക്ക് നിൽക്കാനേ വയ്യ, എന്നിട്ട് പാട്ട്. ഇന്ത്യന്റെ രാജ്യം പാടും. തിന്നാൻ കൊടുക്കുമ്പോ ഇതിന്റെ ആക്രാന്താണ് ഇപ്പോഴേ. ഇതെടുത്തോ, ടി വി എടുത്തോടാ. ആരും ചിക്കൻ
അപ്പൊ ആക്കണ്ടേ എടുത്ത് തരുമോ വേണം അത് മിഠായി എടുത്തോ ആന്റിന്റെ അതെടുത്തോ നമ്മുടെ ഈ സ്വാതന്ത്ര്യ ദിനത്തില് ടീച്ചർ ഞങ്ങൾക്ക് കുറച്ച് ലഡും ചോക്ലേറ്റ് ഒക്കെ കരുതി വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പൊ അതെല്ലാം കൂടി ഞങ്ങൾ ഷെയർ ചെയ്ത് കഴിക്കുകയാണ്. ഇവനെ കരഞ്ഞിട്ട് വരുന്ന ആള് ഇവനെ കരഞ്ഞിട്ട് വരുന്ന ആളല്ലേ? അല്ല എല്ലാം റെഡിയായതാ, ഒരു കുഴപ്പമില്ലാണ്ട് കിടന്നുറങ്ങാൻ അടച്ചുണ്ടായില്ലേ. പനി വന്നതിന് മടിയായില്ലേ. ഇതെന്നെ കൊണ്ട് നിർത്തിയ പാടെ എനിക്കറിയാം. രാവിലെ 8 മണിക്ക് എത്തിയത് കൊണ്ടേ നല്ല വിശപ്പുണ്ടായിരുന്നു. ഇപ്പൊ നഴ്സറിയത്തെ പരിപാടി കഴിഞ്ഞപ്പോ ഞങ്ങക്ക് നടക്കാൻ പറ്റണില്ല. മെല്ലെ മെല്ലെ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. കുഞ്ഞുമണിയുടെ ഫ്രോക്ക് ഞാൻ മീഷോന്ന് 150 രൂപയ്ക്ക് എടുത്തതാ. നന്നായിട്ടുണ്ടല്ലേ, വെർത്തായിട്ടുണ്ട്. എനിക്ക് നല്ല ഇഷ്ടമായി അവളത് ഇട്ട് കണ്ടപ്പോ. നഴ്സറിന്ന് എന്താ കിട്ടി? എന്താ വീട്ടിൽ ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. ഞങ്ങളുടെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പൊ ബൈ.